could save him instead of searching inside for what they gave him. A strong will, strong mind causes mayhem. We could change the world, change times, rearrange them. Staying on pace, running the race. ഇതിനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആണ്, പിന്നെ ട്രാൻസ്ഫോമർ. ഇത് 12 വോൾട്ട് 3 ആംപിൻ്റെതാണ് ആവശ്യമുള്ളത്. മെറ്റൽ കേസിംഗ്, ആംപ്ലിഫയർ ബോർഡ്. ഇത് ഞാനിവിടെ 440 ഡുവൽ ചാനൽ IC ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി 4 കിലോ ഓമിൻ്റെ ഒരു വോളിയം കൺട്രോൾ, 100 കിലോ ഓംസിൻ്റെ 2 കൺട്രോളുകൾ. ഇത് ബേസ്, ട്രബിൾ എന്നിവ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. സ്പീക്കർ വയർ, സോക്കറ്റ്, നോബുകൾ എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. പിന്നെ ലെഡ്, സോൾഡറിംഗ് അയൺ, സോൾഡറിംഗ് ടെസ്റ്റ് എന്നിവ അടിസ്ഥാനപരമായി ഇത്തരം പ്രൊജക്റ്റുകൾ നിർമ്മിക്കാൻ അത്യാവശ്യമാണ്. ഇവ ഒരിക്കൽ വാങ്ങിയാൽ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കുന്നതിനാൽ അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇവ ചെയ്യാനുള്ള താല്പര്യം തന്നെയാണ്. ഇത്രയും ഉണ്ടെങ്കിൽ വരൂ, നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മനോജ് ബാലൻ, ടെക് ഫോർ യുവിലേക്ക് സ്വാഗതം. മ്യൂസിക് സിസ്റ്റംസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പുനരുപയോഗിക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 3ാമത്തെ വീഡിയോയാണ് ഇത്. ഇതിനു മുൻപ് ഞാൻ മറ്റു 2 വീഡിയോകൾ ചെയ്തിരുന്നു. അതായത് അവയിൽ മറ്റു 2 മെത്തേഡുകളിൽ എങ്ങനെയാണ് അത് ചെയ്യുക എന്നാണ് വിശദീകരിച്ചിരുന്നത്. അവ നിങ്ങൾക്ക് കാണണമെങ്കിൽ മുകളിലെ ഐകാർഡിൽ നിന്നും നിങ്ങൾക്കത് കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ നല്ല ബേസ്, ട്രബിൾ ഒക്കെയുള്ള ഇടിലൻ തട്ടുപൊളിപ്പൻ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എങ്കിൽ ഈ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ DIY പ്രൊജക്റ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നിങ്ങളൊരു ബിഗ്നർ ഇലക്ട്രോണിക്സ് ഹോബിസ്റ്റ് ആണെങ്കിൽ ഈ ബോർഡ് അസംബ്ലിംഗ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ DIY പ്രൊജക്റ്റ് ഈസിയായി ചെയ്യാവുന്നതാണ്. ഈ ബോർഡിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൽ കാണുന്ന ഈ വയറുകളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുക എന്നതാണ്. ഞാൻ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത് HRC എന്ന കമ്പനിയുടെ 440 എന്ന IC ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്യുവൽ ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം 4 വയറുകൾ ചേർന്ന 2 റിബൺ വയറുകൾ. ഇവ ബേസ്, ട്രബിൾ കൺട്രോളുകളിലേക്ക് ഉള്ളതാണ്. യെല്ലോ വയേഴ്സ് 4 എണ്ണം ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ടാണ്. ഞാനിവിടെ ഓരോ വയറുകളും സെഗ്രിഗേറ്റ് ചെയ്ത് അവ എവിടേക്കുള്ളതാണ് കണക്ഷൻ എന്ന് ലേബൽ ചെയ്തു വച്ചിട്ടുണ്ട്. ആദ്യമേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഒരുപാട് തവണ കണക്ഷനുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വയറുകൾ തിരിച്ചും മറിച്ചും നോക്കിയാൽ വയറുകൾ സോൾഡർ ചെയ്ത ഭാഗം വിട്ടുപോരുകയും ഈ ബോർഡിൽ കണക്ഷനുകളുടെ, കമ്പോണന്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലായിടത്തും പ്രിന്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ വീണ്ടും കണക്ട് ചെയ്യാൻ കൺഫ്യൂഷനും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മൾ സോൾഡർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ, അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ വയറുകളും സെഗ്രിഗേറ്റ് ചെയ്ത് അവ ഏത് ഭാഗത്തേക്കുള്ളതാണെന്ന് ലേബൽ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി റെഡ്, ബ്ലാക്ക് വയറുകൾ 2 എണ്ണം വീതം കാണാം. ഇത് 12 വോൾട്ട് DC സപ്ലൈക്കുള്ളതാണ്. റെഡ് വയർ പോസിറ്റീവ്, ബ്ലാക്ക് വയർ ഗ്രൗണ്ടുമാണ്. ഇനി ബ്ലൂ, ബ്ലാക്ക് വയറുകൾ 5 വോൾട്ട് DC ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉള്ളതാണ്. ഇനി യെല്ലോ വയേഴ്സ് സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ടാണെന്ന് പറഞ്ഞല്ലോ. ഇവ ഏത് ഭാഗത്തെ സ്പീക്കറിലേക്കും കണക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ലെഫ്റ്റ്, റൈറ്റ് എന്നൊന്നുമില്ല. നമുക്ക് ആദ്യം വോളിയം കൺട്രോളറിലേക്കുള്ള വയറുകൾ സോൾഡർ ചെയ്യാം. റെഡ്, യെല്ലോ, ബ്ലാക്ക് റിബൺ വയറുകൾ 2 എണ്ണം കാണാം. ഇവ വോളിയം കൺട്രോളിലേക്കുള്ള വയറുകളാണ്. ഇവ നമുക്ക് സോൾഡർ ചെയ്യാം. ഇപ്പോൾ അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ റെഡ്, യെല്ലോ, ഗ്രീൻ കളർ കോഡിലുള്ള 2 പെയർ റിബൺ വയറുകൾ കാണാം. ഇവ യഥാക്രമം ബേസ്, ട്രബിൾ കൺട്രോളുകളിലേക്ക് ഉള്ളതാണ്. ഇതും നമുക്ക് സോൾഡർ ചെയ്ത് ചേർക്കാം. വയറിംഗ് ഡയഗ്രാം ശ്രദ്ധിക്കുക, അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ ആംപ്ലിഫയർ ബോർഡ് മെറ്റൽ കേസിനുള്ളിൽ ഫിക്സ് ചെയ്ത് നോബുകളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കണ്ട 2 പെയർ യെല്ലോ വയറുകൾ കേസിൽ ഫിക്സ് ചെയ്ത് സ്പീക്കർ സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇനി ബ്ലാക്ക്, റെഡ് എന്നീ വയറുകൾ ട്രാൻസ്ഫോമറിൽ നിന്ന് 12 വോൾട്ട് 3 ആംപിന്റെ ട്രാൻസ്ഫോമർ കേസിൽ ഫിക്സ് ചെയ്ത് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ വയറുകൾ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യണം. ഇതിനായി 1000 μFന്റെ ഒരു കപ്പാസിറ്ററും 4007ന്റെ 2 ഡയോഡുകളും ഇത്തരത്തിൽ കണക്ട് ചെയ്ത് നമുക്ക് വേണ്ട 12 വോൾട്ട് DC എടുക്കാം. ഡയോഡുകളുടെ പോസിറ്റീവ് എൻഡ് പിരിച്ച് സോൾഡർ ജോയിന്റ് ചെയ്യുക. ഡയോഡുകളുടെ സിൽവർ കോട്ടിംഗ് ഉള്ള ഭാഗമാണ് പോസിറ്റീവ്. നെഗറ്റീവിൽ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 2 വൈറ്റ് വയറുകളും പോസിറ്റീവ് എൻഡിൽ റെഡ് വയറും സോൾഡർ ചെയ്യുക. ശേഷം ഇത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ലെഗിൽ സോൾഡർ ചെയ്യുക. ഇനി ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 2 ബ്ലാക്ക് വയറുകൾ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എൻഡിൽ സോൾഡർ ചെയ്യുക. കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് എൻഡ് മനസ്സിലാക്കാൻ അതിന്റെ ബോഡിയിൽ ബ്ലാക്ക് ലൈൻ കാണുന്ന ഭാഗത്ത് ഉള്ള ലെഗാണ്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ ബോർഡിൽ ശ്രദ്ധിച്ചാൽ ANT, RO, AG, LO എന്നിങ്ങനെ കാണാം. ഇത് AND എന്നത് ആന്റിനയും RO എന്നത് റൈറ്റ് ഔട്ട്പുട്ടും AG എന്നാൽ ഗ്രൗണ്ടും LO എന്നാൽ ലെഫ്റ്റ് ഔട്ട്പുട്ട് എന്നിങ്ങനെയാണ്. ഇതിൽ ആന്റിന ഒഴികെയുള്ള വയറുകൾ ആംപ്ലിഫയർ ബോർഡിൽ നിന്നുള്ള RO, AG, LO എന്നീ ഇൻപുട്ട് വയറുകളിൽ സോൾഡർ ചെയ്ത് ചേർക്കുക. ഇനി ഇതുപോലെ ബ്ലൂടൂത്ത് മോഡ്യൂളിൽ 5 വോൾട്ട് എന്നും GND എന്നും കാണുന്ന ഇടത്തു നിന്നുമുള്ള വയറുകൾ 5 വോൾട്ട് പോസിറ്റീവും GND നെഗറ്റീവുമാണ്. ഇത് ആംപ്ലിഫയറിൽ നിന്നുള്ള ബ്ലാക്ക് വയറിലേക്ക് GND അഥവാ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. 5 വോൾട്ട് അഥവാ പോസിറ്റീവ് വയർ ബോർഡിൽ നിന്നുള്ള ബ്ലൂ വയറിലേക്ക് കണക്ട് ചെയ്യുക. നെഗറ്റീവ്, പോസിറ്റീവ് പൊളാരിറ്റികൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കണക്ട് ചെയ്യുക. വയറുകളുടെ കളറ് ചിലപ്പോൾ ബ്രാൻഡുകൾക്കനുസരിച്ച് മാറിയേക്കാം. ബോർഡിൽ കൂടി നോക്കി കണക്ഷൻ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ മികച്ച സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഞാനിപ്പോൾ സ്പീക്കർ ബോക്സിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല. ബോക്സിൽ ഫിക്സ് ചെയ്താൽ ബേസ്, ട്രബിൾ എല്ലാം പെർഫെക്റ്റ് ആയ നല്ല ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. ഫ്രണ്ട്സ്, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.